പ്രതിസന്ധി ഘട്ടങ്ങളിൽ അടയ്ക്കപ്പെട്ട മുറിക്കകത്തിരുന്ന് പ്രാർത്ഥിച്ച് വിടുതൽ പ്രാപിക്കുവാൻ ഈ തലമുറയിൽ പ്രാർത്ഥനയുടെ ആത്മാവിനാൽ അങ്ങ് ഞങ്ങളെ അഭിഷേകം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥനയുടെ തീക്കാറ്റുകൊണ്ട് അങ്ങ് ഞങ്ങളെ ഉറയ്ക്കാൻ പോകുന്നതിനായി ഇന്ന് മകൻ പ്രാർത്ഥനയുടെ വരം ഞങ്ങളെ മേൽ പകരുന്നതിനായി, പ്രാർത്ഥനയുടെ ആത്മാവിനെ ഞങ്ങളെ മേൽ അയക്കുന്നതിനായി, പ്രാർത്ഥനയുടെ അഭിഷേകം ഞങ്ങൾക്ക് തരുന്നതിനായി ഇന്ന് മകൻ അഗ്നിയോട് ഉത്തരമരുന്ന ദൈവമേ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ആവശ്യമായ വിശ്വാസത്തിന്റെ നിറവ് നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. ജീവിക്കുന്നതിന്റെ സന്തോഷം നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. പ്രാർത്ഥനയുടെ ആത്മാവിനെ നമ്മുടെ മേൽ അവിടുന്ന് പകരുകയാണ്. പ്രാർത്ഥിക്കാനുള്ള വിശ്വാസം നമ്മുടെ മേൽ അവിടുന്ന് പകരുകയാണ്. പ്രാർത്ഥിക്കാനുള്ള മനസ്സൊരുക്കം നമുക്ക് തരികയാണ്. പ്രാർത്ഥനയിൽ ഉത്സാഹം നമ്മുടെ മേൽ പകരുകയാണ്. ഇന്ന് പകൽ ആ പരിശുദ്ധാത്മാവിനെ ഇന്ന് പകൽ നമ്മുടെ മേൽ അവിടുന്ന് പകരുകയാണ്. ഈ പ്രാർത്ഥനയിൽ പോരാണ്, ഈ പ്രാർത്ഥനയിൽ പോരാണ്. യഹോവയുടെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുക, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. അധികാരമുള്ളവരുടെ നാമത്തിൽ ധൈര്യത്തോടെ, വിശ്വാസത്തോടെ, അധികാരത്തോടെ, കൃപയോടെ, ഉത്സാഹത്തോടെ, സ്തോത്രത്തോടെ പ്രാർത്ഥിക്കുക. സിംഹക്കുഴിയിൽ കിടന്ന ഭക്തന്റെ പ്രാർത്ഥന, തടവറയിൽ കിടന്ന ഭക്തന്മാരുടെ പ്രാർത്ഥനകൾ, ആമേൻ, ഹല്ലേലൂയ. അഗ്നികുണ്ഡത്തിനകത്തു വീണ ഭക്തന്മാരുടെ പ്രാർത്ഥനകൾ, അധികാരങ്ങളുടെ പ്രതികൂലത്തിലായ ഭക്തന്മാരുടെ പ്രാർത്ഥനകൾ, മരുഭൂമിയുടെ ആമേൻ സംഘർഷങ്ങളിൽ നടത്തിയ പ്രാർത്ഥനകൾ, താഴ്വരയിൽ യുദ്ധം നടന്നപ്പോൾ പർവ്വതത്തിന്റെ മുകളിൽ നടത്തിയ പ്രാർത്ഥനകൾ, ഗത്സമനിൽ യേശു നടത്തിയ പ്രാർത്ഥന, ആമേൻ, കുഷ്ഠരോഗിയുടെ പ്രാർത്ഥന, ആമേൻ, ഇന്ന് പകൽ നീയും പ്രാർത്ഥിക്കുകയാണ്. ആമേൻ, യേശു കർത്താവിന്റെ ആത്മാവ് അനനിയാസോട് പറയുന്നു, അനനിയാസേ, പൗലോസ് പ്രാർത്ഥിക്കുന്നു, ശൗൽ പ്രാർത്ഥിക്കുന്നു. ഇന്ന് മകൾ ദൈവത്തിന്റെ ആത്മാവ് പറയട്ടെ, അവൻ അവൾ പ്രാർത്ഥിക്കുന്നു, അവൻ പ്രാർത്ഥിക്കുന്നു. സഭയെ ഉപദ്രവിച്ചവൻ, വിശ്വാസത്തെ മുടിച്ചവൻ, ദമാസ്കസിന്റെ തെരുവീഥിയിലൂടെ അലറിപ്പോയവൻ, അവനെ ക്രിസ്തുവിന്റെ മർമ്മം വെളിപ്പെടുത്തുന്ന ഒരു ശക്തനായ അപ്പോസ്തലനാക്കി മാറ്റിയത്, ആമേൻ, ദൈവിക സന്ദർശനം വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ നിർവീഥി എന്ന തെരുവിൽ യൂദയുടെ ഭവനത്തിലെ കൊച്ചു മുറിക്കകത്തിരുന്ന്, ആമേൻ, കണ്ണു കാണാൻ കഴിയാത്തവനെങ്കിലും അവന്റെ ഹൃദയാന്തർഭാഗത്ത്, ആമേൻ, മുട്ടിട്ട ഒരു പ്രാർത്ഥനയുടെ ശബ്ദമുണ്ട്. കർത്താവേ അങ്ങ് ആരാണ്? കർത്താവേ അങ്ങ് ആരാണ്? കർത്താവേ അങ്ങ് ആരാണ്? കർത്താവേ അങ്ങ് ആരാണ്? ശൗലേ, യൂദയുടെ ഭവനത്തിലിരുന്ന് നീ പ്രാർത്ഥിക്കുമ്പോൾ നീ അറിയുന്നില്ല, യഹോവയുടെ ആത്മാവ് ചലിച്ചു തുടങ്ങുന്നു. പ്രാർത്ഥനാ മനുഷ്യനായ അനനിയാസിന്റെ മുറിയിൽ ആമേൻ, യഹോവയുടെ ആത്മാവ് പറന്നിറങ്ങുന്നു. അനനിയാസിനെ വിളിച്ചിട്ട് യഹോവയുടെ ആത്മാവ് പറയുന്നു, യൂദായുടെ ഭവനത്തിൽ ഒരുവൻ പ്രാർത്ഥിക്കുന്നുണ്ട്, നീ എഴുന്നേൽക്കണം, നീ അവനെ പോയി കാണണം, നീ അവന്റെ മേൽ കൈവെക്കണം, അവനെ ഞാൻ പ്രയോജനമുള്ളവനാക്കി മാറ്റാൻ പോകുകയാണ്. പുതിയ നിയമത്തിന്റെ ശക്തനായ അപ്പോസ്തലനായി, പ്രാർത്ഥനാ മനുഷ്യനായി അവനെ ഞാൻ മാറ്റുകയാണ്. തടവറയിൽ പ്രാർത്ഥിക്കുന്നവനായി അവനെ ഞാൻ മാറ്റുകയാണ്. അധികാരങ്ങളെ ഉറക്കം കെടുത്തുന്ന ഒരു ദൈവഭൃത്യനായി ഞാൻ അവനെ അഭിഷേകം ചെയ്യാൻ പോകുകയാണ്. അവൻ കാറ്റിനെ കടലിനെ ജയിച്ച് ശുശ്രൂഷിക്കുന്ന ഒരു ദൈവഭൃത്യനായി ഞാൻ അവനെ അഭിഷേകം ചെയ്യാൻ പോകുകയാണ്. ദൈവസഭ കീഴുറ്റ മർമ്മങ്ങളെ കൊടുക്കുന്ന ലേഖനങ്ങൾ എഴുതുവാൻ ഭാഗത്തിൽ അവനെ ഞാൻ അഭിഷേകം ചെയ്യാൻ പോകുകയാണ്. അവൻ ജാതികളെ മടക്കിക്കൊണ്ടുവരാൻ, രാജാക്കന്മാരുടെ അനക്കച്ചകളെ അടിക്കാൻ, ദേശങ്ങളോട് ആലോചന പറയുവാൻ, തടവറക്കകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ, ഫിലിപ്പിയൻ കാരാഗ്രഹത്തിന്റെ തടവറകളിൽ ഭൂകമ്പമുണ്ടാക്കാൻ
മനുഷ്യന്റെ ബുദ്ധിയിലും പ്രാർത്ഥനയുടെ പകർച്ച, ആമേൻ. അവന്റെ ആത്മാവിലും പ്രാർത്ഥനയുടെ പകർച്ച. അവനെ തടവറയിൽ ഇട്ടാലും അവൻ പ്രാർത്ഥിക്കും, ആമൻ. തെരുവീഥിയിലൂടെ നടന്നാലും അവൻ പ്രാർത്ഥിക്കും. നിങ്ങളെക്കാൾ ഏറെ അന്യഭാഷയിൽ ഞാൻ പ്രാർത്ഥിക്കുമെന്ന് അഭിമാനത്തോടെ പറഞ്ഞ പൗലോസ് ഇന്ന് പകൽ പ്രാർത്ഥനയാൽ ആമൻ ദേശത്തിന്റെ ഗതി വിഗതികളെ മാറ്റിമറിക്കുവാൻ ദൈവം ഉപയോഗിച്ച കഴിഞ്ഞകാല തലമുറയിൽ പൗലോസിൽ വ്യാപരിച്ചതിനേക്കാൾ ശക്തമായ പ്രാർത്ഥനയുടെ ആത്മാവിനെ ഈ തലമുറയിൽ നമ്മുടെ പകരുവാൻ ദൈവത്തിന്റെ ആത്മാവ് ദാഹിക്കുകയാണ്. മറുവത്ത് ചാരിക്കടന്ന് യോഹന്നാൻ ഏറ്റെടുത്ത സ്നേഹം, ആ സ്നേഹത്തിലൂടെ യോഹന്നാനെ നിന്റെ മേൽ പകർന്നു കിട്ടിയൊരു പകർച്ച. അതുകൊണ്ടാണ് പത്മോസിന്റെ പ്രതികൂലത്തിൽ, പത്മോസിന്റെ ഏകാന്തതകളിൽ, പത്മോസിന്റെ ഭീകരതകളിൽ, പത്മോസിന്റെ വിഷസർപ്പങ്ങളുടെ നടുവിൽ ആമേൻ മാംസദാഹികളായ കടികന്മാർ പത്മോസ് ദ്വീപിന്റെ മുകളിലൂടെ വട്ടമിട്ട് പറക്കുമ്പോഴും അസ്ഥിപഞ്ജര സമാനമായി നിൽക്കുന്ന യോഹന്നാൻ എന്ന് പറയുന്ന മനുഷ്യൻ വിളിച്ചു പറയുന്നു, ആമേൻ, പ്രതികൂലത്തിന് നടുവിലും പ്രാർത്ഥനയിൽ ഒരു കർത്തൃ ദിവസത്തിലേക്ക് ഞാൻ മാറ്റപ്പെടുകയാണ്. പ്രാർത്ഥനയുടെ ചിറക് ധരിച്ച് ഞാൻ പറക്കുകയാണ്. ഒരു ആത്മവിവശതയിലേക്ക് ഞാൻ മാറ്റപ്പെടുന്നു. ഈ ലോകമുണ്ടാൽ ഇന്നുവരെ ഒരുവനോട് പറഞ്ഞിട്ടില്ലാത്ത വെളിപ്പാടുകളാണ് ആധിക്യം. വേണം ദൈവത്തിന് ഈ തലമുറയിൽ പ്രാർത്ഥന പോരാളികളെ, വേണം ദൈവത്തിന് ഈ തലമുറയിൽ പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളെ, വേണം ദൈവത്തിന് ഈ തലമുറയിൽ പ്രാർത്ഥനയുടെ അഭിഷേകം നൽകുന്ന ഒരു തലമുറയെ. അവൻ പ്രാർത്ഥന 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 പ്രാർത്ഥന. ആലയം വിട്ടുപിരിയാതെ ഉപവസിച്ചും പ്രാർത്ഥിച്ചും കാത്തിരുന്നവർ ആമേൻ യേശു കർത്താവിനെ കണ്ടുമുട്ടിയതുപോലെ ആമേൻ രക്ഷ കാണാതെ നീ മരണം കാണുകയില്ലെന്ന് പറഞ്ഞ പ്രവചന നിവർത്തിക്കായി വാർദ്ധക്യത്തിലെത്തിയിട്ടും ആലയത്തിനകത്തിരുന്ന് പ്രാർത്ഥിച്ചവൻ ആമേൻ യേശു കർത്താവിനെ കരങ്ങളിലെടുത്ത് മറിയത്തോട് പ്രവചിക്കാൻ കൃപ പ്രാപിച്ചതുപോലെ ആമേൻ തലമുറയില്ലാത്ത പുരോഹിതനെങ്കിലും ആമേൻ ആലയത്തിനകത്ത് ധൂപപീഠവുമായി നിന്ന് പ്രാർത്ഥിച്ച സക്കറിയാവിന്റെ മുമ്പിലേക്ക് ഇറങ്ങിയിട്ട് തമ്പുരാന് പറയാൻ ഒറ്റ ദൂതേ ഉണ്ടായിരുന്നുള്ളൂ, നിന്റെ